മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച യുദ്ധമാണ് ഉഹുദിന്റെ രണാങ്കണം. 70ഓളം സ്വഹാബികൾ മരിച്ചുപോയ യുദ്ധമാണ് ഉഹുദിന്റെ രണാങ്കണം. അള്ളാന്റെ റസൂലിന്റെ മുൻപല്ല് പൊട്ടിപ്പോയ രണാങ്കണമാണ് ഉഹുദിന്റെ രണാങ്കണം. ആ ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് നേരിട്ട ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയുമോ? മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണമാണ്. ആ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിന്റെ മരണത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണ്? ബദറിന്റെ രണഭൂമിയിൽ അള്ളാന്റെ റസൂലിന്റെ ടെന്റിന് ചുറ്റും ഒരു ചീറ്റപ്പുലിയെ പോലെ, ഒരു സിംഹത്തെ പോലെ സംരക്ഷണ കവചമൊരുക്കിക്കൊണ്ട് പരക്കം പായുകയായിരുന്നു ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ആ പ്രവാചകന്റെ നേരെ വാളോങ്ങി വന്നവരെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രവാചകനെ ആക്രമിക്കാൻ കടന്നു വന്നവരെ ഹംസ റളിയല്ലാഹു അൻഹു വധിച്ചിട്ടുണ്ട്. അങ്ങനെ വധിക്കപ്പെട്ടവരിൽ രണ്ടാളുകളാണ് അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദിന്റെ ആങ്ങളയും വാപ്പയും. ഈ ഹിന്ദിന്റെ ആങ്ങളയും വാപ്പയും അള്ളാന്റെ റസൂലിനെ ആക്രമിക്കാൻ വന്നപ്പോ ഹംസ റളിയല്ലാഹു അൻഹു അവരെ തടയുകയും അവരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പകരം വീട്ടാൻ ഉഹുദിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെടാൻ പോകുന്ന സൈന്യത്തിൽ ഒരാളെ കൂടി കൂട്ടുകയാണ്. ആ മനുഷ്യന്റെ പേര് വഹ്ഷി എന്നാണ്. ഹിന്ദ് വഹ്ഷി അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഉഹുദിന്റെ ഭൂമിയിൽ നീ യുദ്ധം ചെയ്യണ്ട, നിനക്ക് യുദ്ധം ചെയ്യാനൊന്നുമില്ല, ഒറ്റ പണി മാത്രമാണ് നിനക്കുള്ളത്. ആ പണി എന്താണെന്നറിയുമോ? മുഹമ്മദിന്റെ പിതൃവ്യനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ ഒളിയമ്പെയ്തുകൊണ്ട് കൊന്നുകളയുക. ഈ ഒരു ദൗത്യവുമായി വഹ്ഷിയത പുറപ്പെടുകയാണ്. ഉഹുദിന്റെ രണഭൂമിയിൽ തന്റെ കുന്തവും ഓങ്ങിക്കൊണ്ട് ഏത് നിമിഷവും തന്റെ മുന്നിൽ പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുന്നതിന് വേണ്ടി അതാ വഹ്ഷി തലങ്ങും വിലങ്ങും നടക്കുകയാണ്. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹുവിനെ തൊടാൻ ഒരുപാട് നേരത്തേക്ക് വഹ്ഷിക്ക് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ചടുലമായിരുന്നു, വേഗതയേറിയതായിരുന്നു. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അദ്ദേഹത്തെ തൊടാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു ശത്രുവുമായി ഏറ്റുമുട്ടുമ്പോ, ഒരാളെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് വഹ്ഷിയത തന്റെ കയ്യിലുള്ള കുന്തം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേർക്കേക്ക് എറിയുകയാണ്. ആ കുന്തം നെഞ്ചിലൂടെ തുളച്ച് പിറകിലൂടെ പുറത്തേക്ക് വരികയാണ്. ആ കുന്തം വന്ന ഭാഗത്തേക്ക് നോക്കുമ്പോ വഹ്ഷിയെ കണ്ട ഹംസ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് അങ്ങോട്ട് നടക്കുകയാണ്. പക്ഷെ പാദങ്ങൾ മുന്നോട്ട് ചലിക്കുന്നില്ല, കാലുകൾ മുന്നോട്ട് ചലിക്കുന്നില്ല. ശരീരം തളരാൻ തുടങ്ങി. മരണം ശരീരത്തെ കീഴടക്കുകയാണ്. അവസാനം വലത് ഭാഗത്തേക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സത്യകലിമത്തിന് വേണ്ടി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു വീഴുകയാണ്. ഉഹുദിന്റെ രണഭൂമിയിൽ അദ്ദേഹം അതാ മരിച്ചു വീഴുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ ഇത്രയേറെ പ്രയാസമുണ്ടാക്കിയ മരണമുണ്ടായിട്ടില്ല, ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മരണമുണ്ടായിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിന്റെ സ്വീകരണത്തിന്റെ കാരണം തന്നെ അള്ളാന്റെ റസൂലിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ ഒരുപാട് വേദനിച്ച്, ഒരുപാട് ബുദ്ധിമുട്ടി. കാലങ്ങൾക്ക് ശേഷം, മക്കം ഫത്ഹിന് ശേഷം, കഅബാലയം ഇസ്ലാമിന്റെ കീഴിൽ വന്നതിന് ശേഷം അള്ളാന്റെ റസൂലും സഹാബത്തും സദസ്സിലിരിക്കുന്ന സമയത്ത് അതാ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. കറുകറുത്ത അജാനുബാഹുവായ അതികായനായ ഒരു മനുഷ്യൻ, കയ്യിലൊരു കുന്തവുമുണ്ട്. അയാളതാ അങ്ങനെ നടന്ന് പ്രവാചകൻ സൂക്ഷിച്ചു നോക്കി നടന്നു വരുന്നത് മറ്റാരുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഉഹുദിന്റെ ഭൂമിയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട പിതൃവ്യനെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കുന്തമെറിഞ്ഞ് ചതിച്ചു കൊന്ന വഹ്ഷിയാണ് നടന്നു വരുന്നത്. ആ വഹ്ഷി അങ്ങനെ നടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം റസൂലേ, എനിക്ക് എന്റെ പാപങ്ങൾ എന്റെ റബ്ബിനോട് ഏറ്റു പറയണം റസൂലേ, എനിക്ക് എന്റെ തെറ്റുകൾ കഴുകിക്കളയണം റസൂലേ. അല്ലാഹുവിന്റെ റസൂലിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ അതാ മുഖം തിരിച്ചു കളയുകയാണ്. ഉടനെ തന്നെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മാലാഖ ജിബ്രീലിനെ പറഞ്ഞയക്കുകയാണ്. ജിബ്രീൽ വന്നുകൊണ്ട് ഖുർആനിൽ ഒരു ആയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ഓതി കേൾപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ആയത്ത് സൂറത്ത് സുമറിലുള്ള ആയത്താണ്. അത് ഇപ്രകാരമാണ്. ജിബ്രീൽ ഓതി കൊടുക്കുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അല്ലാഹുവിന്റെ നബിയെ പറഞ്ഞു കൊടുക്കണേ, സ്വന്തത്തോട് അക്രമം ചെയ്തുകൊണ്ട് പശ്ചാത്താപ വിവശരായി താങ്കളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന എന്റെ അടിയാറുകളോട് പറഞ്ഞു കൊടുക്കണം നബിയെ, പാവപ്പെട്ട എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയെ, അവരെത്ര വലിയ പാപം ചെയ്തവരാകട്ടെ, അവരങ്ങയുടെ അനുയായികളെ കൊന്നവരാകട്ടെ, അവരങ്ങയുടെ പിതൃവ്യനെ കൊന്നവരാകട്ടെ, അവരങ്ങക്കെതിരെ പടവാളെടുത്തവരാകട്ടെ, അവരങ്ങയെ വീട്ടിൽ നിന്ന് പുറത്താക്കി
നഷ്ടമാക്കിയവരാകട്ടെ, അവർ മുസ്ലിം ഉമ്മത്തിനെ ഉപദ്രവിച്ചവരാകട്ടെ, എത്ര തന്നെ പാപം ചെയ്തവരാകട്ടെ, അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്നറിയോ നബിയെ? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാൻ പാടില്ല, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിൽ നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, പാപങ്ങൾ ഒന്നടങ്കം അല്ലാഹു പുറത്തു തരുന്നതാണ്, മാപ്പ് നൽകുന്നതാണ്. കാരുണ്യവാനായ റബ്ബ്, വിശാലമായ പശ്ചാത്താപത്തിന്റെ മഗ്ഫിറത്തിന്റെ ഉടമസ്ഥനായ റബ്ബ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് ചോദിക്കുന്നുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ഹൃദയം കറുത്തുപോയ പാപികളെ, നിങ്ങളുടെ പാപങ്ങൾ ഞാനല്ലാതെ മറ്റാരാണ് പുറത്തു തരിക? ഇസ്തിഗ്ഫാറിന്റെ വചനം ഉരുവിടുന്നവരെ, നിങ്ങളുടെ പാപങ്ങൾ ഞാനല്ലാതെ മറ്റാരാണ് പുറത്തു തരിക? പാപത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ വർഷങ്ങളോളം വിഹരിച്ച ഹതഭാഗ്യരെ, നിങ്ങളുടെ പാപങ്ങൾ ഞാനല്ലാതെ മറ്റാരാണ് പുറത്തു തരിക? അല്ലാഹുവല്ലാതെ നിങ്ങൾക്ക് ആരാണ് പാപം പുറത്തു തരിക എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചോദിക്കുമ്പോ ചില ആളുകൾ കേരളക്കരയിൽ മറുപടി പറയുകയാണ്, ചില മൗലിദിന്റെ വരികളിലൂടെ മറുപടി പറയുകയാണ്. അവര് പറയുന്നത് എന്താണ്? റബ്ബേ, പാപം പുറത്തു തരുന്നവൻ നീ മാത്രമല്ല, തെറ്റുകൾ പുറത്തു തരുന്നവൻ നീ മാത്രമല്ല, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദദ് لك أشكو فيه يا سيدي خير النبي. പാപമെന്ന വാഹനമിൽ അറ്റമില്ലാതെ ഞാൻ കയറിയിരിക്കുകയാണ് നബിയെ, അങ്ങയോട് ഞാൻ അന്യായം ബോധിപ്പിക്കുകയാണ് നബിയെ, അങ്ങയോട് ഞാൻ സങ്കടം പറയുകയാണ് നബിയെ എന്ന് റബീഉൽ അവൽ മാസമാവുമ്പോ നമ്മുടെ നാട്ടിലുള്ള പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചോദിക്കുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ പാപം പുറത്തു തരാൻ മറ്റാരാണുള്ളത്? ഈ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഈ മൗലീദിന്റെ വരികൾ പാടുന്ന സാധാരണക്കാരായ മനുഷ്യർ പറയുന്നു, റബ്ബേ, നീ മാത്രമല്ല പാപം പുറത്തു തരുന്നവൻ, പാപം പുറത്തു തരാൻ ഞങ്ങളുടെ നബിയുമുണ്ട്, ഞങ്ങളുടെ പ്രവാചകനുമുണ്ട് റബ്ബേ എന്ന് മറുപടി പറയുന്ന ഭീമാകാരമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ നിലനിൽക്കുന്നു എന്നതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഞാൻ നിങ്ങൾക്ക്